വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ആത്മാഭിമാനത്തോടെ ഓർക്കാൻ സാധിക്കുന്ന ഒരു ഐക്യദാർഢ്യ സദസ്സിനാണ് ഞാനും നിങ്ങളും സാക്ഷിയായിരിക്കുന്നത്. ഒക്ടോബർ മാസത്തിലെ ഈ സായം സന്ധ്യയിൽ മാടായി പയങ്ങാടിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സദസ്സ് ഒരു വലിയ ഐക്യദാർഢ്യത്തിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമാണ്. എനിക്ക് മുമ്പ് സ്വാഗത അധ്യക്ഷ ഭാഷണം നടത്തിയ സഹപ്രഭാഷകർ 2 വർഷം മുമ്പുള്ള 2023 ഒക്ടോബർ 7-ാം തീയതിയെക്കുറിച്ച് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് 20 വർഷം മുമ്പുള്ള ഒരു ഒക്ടോബർ മാസത്തിലെ സായം സന്ധ്യയിലേക്കാണ്. കൃത്യം പറഞ്ഞാൽ വർഷം 2000 ഒക്ടോബർ 29-ാം തീയതി. ആ തീയതി ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും, ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങളിൽ ചിലരുടെയെങ്കിലും ഓർമ്മകളിലേക്ക് ചിതലിലേക്ക് കടന്നു വരുന്ന ഒരു ഫോട്ടോഗ്രാഫ്, ഒരു ചിത്രമുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ഗൂഗിൾ തുറന്ന് നിങ്ങൾ അതിൽ ഫാരിസ് അബു ഔദ എന്ന് സെർച്ച് ചെയ്യണം. ആ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ചിത്രമുണ്ട്. 2000 ഒക്ടോബർ 29-ാം തീയതി അസോസിയേറ്റ് പ്രസിന്റെ പ്രസിദ്ധനായ ഫോട്ടോഗ്രാഫർ ലോറൻ ബോയ്സ് എടുത്തതായിരുന്നു ആ ഫോട്ടോ. 2000 ആണ്ടിൽ 2ാം ഇൻതിഫാദ കാലത്ത് ഗസയിലെ തെരുവോരങ്ങളിലൂടെ, തെരുവ് വീതികളിലൂടെ ഇസ്രായേലി ടെററിസ്റ്റ് ആർമിയുടെ മർക്കാവോ ടാങ്കറുകൾ ഇരച്ചു നീങ്ങിയ ദിവസങ്ങളിലൊന്നിൽ ഉത്തര ഗസയിലെ കാർണി ക്രോസിംഗിൽ വെച്ചായിരുന്നു ലോറൻ ബോയ്സ് ആ ഫോട്ടോ എടുത്തത്. ഭീമാകാരമായ ഒരു മർക്കാവോ ടാങ്കറിന്റെ മുമ്പിൽ ഒരു കയ്യിൽ കരിങ്കല്ലും പിടിച്ചു നിൽക്കുന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ള 9ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയുടെ ഫോട്ടോ. ബൈബിൾ ചരിത്രത്തിൽ ഗോലിയോത്തിന്റെ മുമ്പിൽ കല്ലും പിടിച്ചു നിൽക്കുന്ന ദാവീദിന്റെ ചരിത്രമുണ്ട്. ഖുർആനിൽ ജാലൂത്തിന്റെ മുമ്പിൽ കല്ലും പിടിച്ചു നിൽക്കുന്ന ദാവൂദ് അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഭീമാകാരമായ ടാങ്കറിന്റെ മുമ്പിൽ ഒരു കയ്യിൽ കരിങ്കല്ലും പിടിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോടുകൂടി പ്രതിഷേധത്തിന്റെ എല്ലാ ഭാവത്തോടു കൂടി നിൽക്കുന്ന ആ കുട്ടിയുടെ പേരായിരുന്നു ഫാരിസ് അബു ഔദ. ഭീമാകാരമായ സയനിസ്റ്റ് കിരാതരുടെ മേലിൽ പ്രതിഷേധത്തിന്റെ എല്ലാ ശബ്ദവുമായി പൊരുതിയ നിസ്സഹായരായ നിരായുധരായ ഫലസ്തീൻ ജനതയുടെ പ്രതീകമായി പിന്നീട് ആ ഫോട്ടോ, ആ ചിത്രം പിന്നീട് മാറുകയുണ്ടായി. ഫാരിസ് അബു ഔദ ഗസയിലെ കാർണി കോഴ്സിലായിരുന്നു ജനിച്ചു വളർന്നത്. എന്നും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഫാരിസ് അബു ഔദയുടെ ബാഗിൽ ഒരു വസ്ത്രം കൂടി ഫാരിസ് കരുതും. സ്കൂൾ വിട്ട ഉടനെ ഫാരിസും കൂട്ടുകാരും കൂടി ഗസയിലെ തെരുവീതിയിലേക്ക് ഇറങ്ങും. ഡ്രസ് മാറ്റി ഇറങ്ങുന്നത് കളിക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് സയനിസ്റ്റ് സൈന്യത്തിനെതിരെ പൊരുതാൻ, ടാങ്കറുകൾക്കെതിരെ കല്ലെറിയാൻ ആയിരുന്നു അവർ ഇറങ്ങിത്തിരിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസമായിരുന്നു ലോറൻ ബോയ്സിന്റെ ഫോട്ടോയിൽ ആ ചിത്രം പകരുന്നത്. ആ ചിത്രം പിറ്റേ ദിവസം ഫാരിസ് അബു ഔദയുടെ ഉമ്മയും ഉപ്പയും കണ്ടു. അനം അല്ലൗദ ഫയാഖ് അല്ലൗദ എന്നായിരുന്നു ഉപ്പയുടെയും ഉമ്മയുടെയും പേര്. ഉപ്പയും ഉമ്മയും ഫാരിസ് ഔദയെ തടഞ്ഞു. മോനെ, നീ ഇതിന് നിൽക്കല്ലേ, ഇത് അപകടമാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഫാരിസ് തയ്യാറായിരുന്നില്ല. ആ ഫോട്ടോ ഇന്റർനാഷണൽ മാധ്യമങ്ങളിലെല്ലാം പിറ്റേന്ന് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ദ വാഷിംഗ്ടൺ പോസ്റ്റ് ആ ഫോട്ടോക്ക് ടൈറ്റിലായി എഴുതിയിരുന്നത് ദ അഡോളസെന്റ് ഡെയർഡെവിൾ എന്നായിരുന്നു. അതീവ ധൈര്യശാലിയായ കൗമാരക്കാരൻ. ഫാരിസ് ഔദ പിന്നെയും ടാങ്കറുകൾക്ക് നേരെ കല്ലെറിയാൻ വേണ്ടി പോയി. വർഷങ്ങൾക്ക് ശേഷം ദ വാഷിംഗ്ടൺ പോസ്റ്റിന് ഫാരിസ് അബു ഔദയുടെ ഉമ്മയായ അനം അല്ലൗദ നൽകിയ വാർത്താ സമ്മേളനത്തിൽ, അനം അല്ലൗദ നൽകിയ ഇന്റർവ്യൂവിൽ ആ ഉമ്മ പറയുന്നുണ്ട്, ഒരു ദിവസം തന്നെ 3-ലധികം തവണ 14 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ മകനെ ആ ടാങ്കറിന്റെ മുമ്പിൽ നിന്ന് ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അവനും അവന്റെ സുഹൃത്തുക്കളും കരിങ്കല്ലിൽ പിടിച്ചുകൊണ്ട് ആ ടാങ്കറിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയം തോന്നും, പേടി തോന്നും. ആ വെടിവെച്ചകൾ കിടക്കുന്ന ആ ഭീകര അന്തരീക്ഷത്തിൽ മകന്റെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ മകനോട് ചോദിക്കും, മോനെ, നിനക്ക് പേടിയാവുന്നില്ലേ?
എന്റെ മകന്റെ മറുപടി ഐ ആം നോട്ട് അഫ്രൈഡ്. ഉമ്മ, എനിക്ക് അല്പം പോലും പേടിയില്ല എന്നായിരുന്നു. എനിക്ക് അല്പം പോലും പേടിയില്ല. എന്റെ മകനെ ഓരോ തവണയും ടാങ്കറിന്റെ മുമ്പിൽ കല്ലെറിയുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൻ വീണ്ടും സയനിസ്റ്റിക് രാജരോട് പൊരുതാൻ വേണ്ടി പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം 17 വയസ്സ് മാത്രം പ്രായമുള്ള അവന്റെ കളിക്കൂട്ടുകാരനായ അവന്റെ കസിനായ ഷാദി അൽ ഔദ അവന്റെ കണ്ണിന്റെ മുമ്പിലാണ് സിയോണിസ്റ്റ് സൈന്യത്തിന്റെ വെടിയേറ്റുകൊണ്ട് മരിച്ചു വീഴുന്നത്. അവന്റെ കണ്ണിന്റെ മുമ്പിൽ സാക്ഷിയായിട്ടതാണ്. അതിനോട് പകരം വീട്ടാൻ വേണ്ടിയാണ് അവൻ പോകുന്നത്. അതിന് പകരം വീട്ടിയാണ് പോകുന്നത്. ഈ ഫോട്ടോ എടുക്കപ്പെടുന്നത് നിങ്ങൾക്കെല്ലാം ഗൂഗിളിൽ ആ ഫോട്ടോ കാണാം. ഫാരിസ് ഔദയുടെ ആ ഫോട്ടോ എടുക്കപ്പെടുന്നത് ഒക്ടോബർ 29-നാണ്. അതിനുശേഷം 9 ദിവസങ്ങൾക്ക് ശേഷം 2000 നവംബർ 9 സയനിസ്റ്റിക് രാജരുടെ AK-47 വന്ന് വെടി ഫാരിസ് ഔദയുടെ കഴുത്തിൽ കൊണ്ടു. ഒരു വലിയ മർക്കാവോ ടാങ്കറിന്റെ തൊട്ടടുത്താണ് ഫാരിസ് ഔദ മറിഞ്ഞു വീണത്. ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചുടുചോര ഗസയിൽ കൂടി ഒലിഞ്ഞിറങ്ങി. 1 മണിക്കൂറോളം അവന്റെ കൂടെയുള്ള സുഹൃത്തുക്കൾക്കോ ബാലന്മാർക്കോ ഫലസ്തീനികൾക്കോ ഫാരിസിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. വലിയൊരു ടാങ്കറിന്റെ മുമ്പിൽ ധീരതയോടുകൂടിയായിരുന്നു ഒരു കയ്യിൽ കല്ലും പിടിച്ചുകൊണ്ട് ഫാരിസ് അബു ഔദ നിന്നത്. 1 മണിക്കൂറിന് ശേഷം വെടിയൊച്ചകൾ നിലച്ചപ്പോൾ സിയോണിസ്റ്റ് ടെററിസ്റ്റ് സൈന്യം മടങ്ങിയപ്പോഴായിരുന്നു ഫാരിസ് ഔദയുടെ ശരീരവും കോരിയെടുത്തുകൊണ്ട് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് അവർ ഓടിയത്. പോകുന്ന വഴിയിൽ ആംബുലൻസിൽ വെച്ചുകൊണ്ട് ഫാരിസ് ഔദ രക്തസാക്ഷിയായി മാറി. ഗസയെ തുരുത്തിലും വെസ്റ്റ് ബാങ്കിലും മരിച്ചു വീണ ആദ്യത്തെ കുട്ടിയല്ല ഫാരിസ് ഔദ. ഗസ തുരുത്തിലും വെസ്റ്റ് ബാങ്കിലും മരിച്ചു വീണ സിയോണിസ്റ്റ് സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചു വീണ 10,000-കണക്കിന് കുഞ്ഞുങ്ങളിൽ ഒരാൾ മാത്രമായിരുന്നു ഫാരിസ് ഔദ. ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഫാരിസ് ഔദയുടെ 25 വർഷം മുമ്പുള്ള കഥ പറഞ്ഞു തുടങ്ങാനുണ്ടായ കാരണം ഒരുപക്ഷെ നിങ്ങളിലെ നിഷ്കളങ്കരായ പലരും ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. ഇതെല്ലാം ആരംഭിച്ചത് 2023 ഒക്ടോബർ 7 മുതലാണ് ആരംഭിച്ചത് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, ഒരിക്കലുമല്ല. 77 വർഷങ്ങൾക്ക് മുമ്പ് 1948 മെയ് 14 മുതൽ ആരംഭിച്ച 77 വർഷത്തിന്റെ അധിനിവേശത്തിന്റെ ക്രൂരതയുടെ പീഡനത്തിന്റെ യാതനയുടെ കണ്ണീരിന്റെ മനുഷ്യ മനസാക്ഷി പോലും ഞെട്ടിത്തെരിച്ചു പോകുന്ന നരാധമായ കൂട്ടക്കൊലയുടെ ചരിത്രം മാത്രം പറയാനുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഈ 77 വർഷങ്ങൾക്കുള്ളിൽ 50 ലക്ഷം അറബ് ഫലസ്തീനികൾ പലായനം ചെയ്യപ്പെട്ടു, അഭയാർത്ഥികളായി മാറി. 1.5 ലക്ഷത്തിലധികം അറബ് ഫലസ്തീനികൾ കൊല ചെയ്യപ്പെട്ടു. അതിൽ 30,000-ത്തിലധികം മനുഷ്യർ കുഞ്ഞുങ്ങളാണ്. ഇതൊന്നും ഔദ്യോഗിക കണക്കുകളല്ല. ഔദ്യോഗിക കണക്കുകൾ അത് അനുമാനങ്ങൾ മാത്രമാണ്. 30,000 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. ഇനി നിങ്ങൾ പറയേണ്ടത് 30,000-ത്തിലധികം കുഞ്ഞുങ്ങൾ മരണപ്പെട്ട 1.5 ലക്ഷം മനുഷ്യർ കൊല ചെയ്യപ്പെട്ട ആ കൂട്ടക്കൊലക്ക് കൂട്ടുനിന്ന ഇസ്രായേലിനെ ന്യായീകരിക്കാൻ പച്ചക്കരലുള്ള ഒരു മലയാളിക്ക് എങ്ങനെയാണ് സാധിക്കുക? തുടിക്കുന്ന ഹൃദയമുള്ള ഒരു മലയാളിക്ക് എങ്ങനെയാണ് ഇസ്രായേലിന്റെ കൂടെ നിൽക്കാൻ സാധിക്കുക? പിഞ്ചു കുഞ്ഞിന്റെ തലയോട്ടിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് സ്നൈപ്പർ ഗണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് വെടിയുതിർക്കുന്ന IDF-ന്റെ ടെററിസ്റ്റായ ഒരു സൈനികരെ കുറിച്ച് ആലോചിച്ചല്ല ഞാൻ അത്ഭുതപ്പെടുന്നത്. അത്തരത്തിലുള്ള വീഡിയോയുടെയും ഫോട്ടോയുടെയും താഴെ വന്നുകൊണ്ട് സ്മൈലി ഇമോജി ഇടുന്ന പ്രബുദ്ധരായ മലയാളികളെ കുറിച്ചാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഇസ്രായേലി സൈന്യം കാരണമായി പലായനം ചെയ്ത അഭയാർത്ഥികളായി മാറിയ ഫലസ്തീനി അറബികളായിട്ടുള്ള പെണ്ണുങ്ങൾ, സ്ത്രീകൾ അവരുടെ വീടുകളിലുള്ള അടിവസ്ത്രങ്ങൾ ഉടുത്ത് ലൈംഗികാവാസം ടിക്ടോക്കുകൾ കൂടി പ്രചരിപ്പിച്ചത് IDF-ന്റെ ഇസ്രായേലി സൈന്യം തന്നെയാണ്. ആ ഇസ്രായേൽ സൈന്യത്തിന്റെ മനോനിലയെ കുറിച്ച് ആലോചിച്ചാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ആ ടിക്ടോക്ക് വീഡിയോയുടെ താഴെ വന്നുകൊണ്ട് റാപ്പ് ദം ഓൾ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഫേസ്ബുക്ക്, ട്വിറ്റർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ കുറിച്ച് ആലോചിച്ച്, സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അത്ഭുതപ്പെടാൻ ഇനിയും ഒരുപാടുണ്ട്. നമ്മുടെ കേരളത്തിലെ, നമ്മുടെ നാട്ടിലെ നവനാസ്തികരായ എസൻസ് ഗ്ലോബലുകാരെ കുറിച്ച് ആലോചിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു കാലത്ത് കേരളത്തിൽ തന്നെ അറിയപ്പെട്ട പ്രസിദ്ധനായ മഹാമനുഷ്യനായ മനുഷ്യസ്നേഹിയായ കലാനാഥൻ മാഷിനെ പോലുള്ള മഹത്തുക്കൾ ഇരുന്ന സ്ഥാനത്ത് ഇന്നിരിക്കുന്ന പൂർണ്ണമായിട്ടും റാസിസ്റ്റുകളായിട്ടുള്ള ഫാസിസ്റ്റുകളായിട്ടുള്ള വംശവറിയന്മാരാണ്.
ഞാനിങ്ങനെ പറയാനുണ്ടായ കാരണം കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ 70,000 അറബ് ഫലസ്തീനുകൾ കൊല ചെയ്യപ്പെട്ടു, 30,000 കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടു. ആ കൂട്ടക്കൊലയൊന്നും വംശീയോന്മൂലമല്ല, ജനസൈഡ് അല്ല എന്ന് ഗ്ലോബൽ എസൻസുകാരുടെ ദൈവമായ തിരുവനന്തപുരത്തുകാരനായ പ്രൊഫസർ ചാനലിൽ വന്ന് ഉറക്കെ പറയുകയാണ്. അതേമാതിരി പറയുന്നതിൽ അത്ഭുതപ്പെടുന്നില്ല, കാരണം ഇതിനു മുമ്പ് ഇതിലും വലിയ വംശവരി അയാൾ പറഞ്ഞിട്ടുണ്ട്. NRC വന്നാൽ എന്താ പ്രശ്നം, CA വന്നാൽ എന്താണ് പ്രശ്നം, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കഴിക്കാൻ പുട്ടും കടലയും കിട്ടൂലേ, കിടക്കാൻ പായ കിട്ടൂലേ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വംശവരി പറഞ്ഞ മലയാളക്കര കണ്ട ഒരു ഹിറ്റ്ലറാണ് ആ മനുഷ്യൻ. നമ്മുടെ നാട്ടിൽ നവനാസ്തികരുടെ ചിന്തയെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടത്, അവരുടെ ചിന്താശേഷിയെ കുറിച്ചൊന്ന് ആലോചിക്കേണ്ടത്. നവനാസ്തികതയും യുക്തിവാദവും നിരീശ്വര വിശ്വാസവും എപ്പോഴും മാനുഷിക മൂല്യങ്ങളുടെ കൂടെയായിരുന്നു മുമ്പ് കലാനാഥൻ മാഷയുടെ കാലഘട്ടത്തിൽ, യുക്തിവാദ സംഘത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഫലസ്തീനുകൾ ആവശ്യപ്പെടുന്നത് പൂർണ്ണമായും മനുഷ്യത്വപരമായിട്ടുള്ള ജന്മഭൂമിക്ക് വേണ്ടിയാണ്. ഇസ്രായേൽ സയനിസ്റ്റുകൾ ആവശ്യപ്പെടുന്നത് ദൈവിക ഗ്രന്ഥത്തിലുള്ള വേദഗ്രന്ഥത്തിലുള്ള വാഗ്ദത്ത ഭൂമിക്ക് വേണ്ടിയുള്ളതാണ്. നിരീശ്വരവാദികളായിട്ടുള്ള നവനാസ്തികരായിട്ടുള്ള മനുഷ്യർ വാഗ്ദത്ത വേദഗ്രന്ഥത്തിലുള്ള വാഗ്ദത്ത ഭൂമിയുടെ കൂടെയാണോ അവർ നിൽക്കേണ്ടത്? അതല്ല, ജന്മഭൂമിക്ക് വേണ്ടി അവകാശപ്പെടുന്ന മാനുഷിക മൂല്യങ്ങളുടെ കൂടെയാണോ അവർ നിൽക്കേണ്ടത്? അവരുടെ കാര്യത്തിലല്ല അത്ഭുതപ്പെടുന്നത്. അത്രയും വലിയ ഇസ്രായേലിനെ കൂടെ നിർത്താൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു വെറിയാണ് വംശവറി, ഒരു പ്രത്യേകമായിട്ടുള്ള വംശത്തോടുള്ള വെറി. ആ വംശവറിക്ക് ആവശ്യമായിട്ടുള്ള പേജും താളും നൽകുന്ന മലയാളി പ്രസാധകരെ കുറിച്ച് ആലോചിച്ച്, മലയാളി എഡിറ്റർമാരെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേജും മൈക്കും നൽകുന്ന കേരളത്തിലെ ചാനലുകളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വീണ്ടും അത്ഭുതപ്പെടാം. UN ഹൈക്കമ്മീഷന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ 2 വർഷക്കാലം 248 ജേർണലിസ്റ്റുകൾ ഫലസ്തീനിൽ കൊല ചെയ്യപ്പെട്ടു. ഇത്രയും ചെറിയ കാലത്തിനുള്ളിൽ ഇത്രയും അധികം ജേർണലിസ്റ്റുകൾ കൊല ചെയ്യപ്പെട്ട ഒരു യുദ്ധഭൂമി മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് വേണ്ടി ചാനൽ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ന്യായീകരിക്കുന്ന മലയാളികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ കുറിച്ച് ആലോചിച്ച് അത്ഭുതമല്ല, ലജ്ജയാണ് തോന്നുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ഒരു പാരമ്പര്യമുണ്ട്. സ്വതന്ത്ര ഫലസ്തീനിലെ സ്വപ്നങ്ങളുടെ പാരമ്പര്യമാണ് ആ പാരമ്പര്യം. ഫലസ്തീൻ belongs to the Arab in the same sense England belongs to the English and France belongs to the French എന്ന് പറഞ്ഞത് മഹാത്മജിയാണ്. ഫ്രാൻസുകാർക്ക് എത്രത്തോളം ഫ്രഞ്ച് അധികാരപ്പെട്ടതാണോ, ഇംഗ്ലീഷുകാർക്ക് എത്രത്തോളം ഇംഗ്ലണ്ട് അവരുടെ അവകാശപ്പെട്ടതാണോ, അതേ അളവിൽ അറബികൾക്ക് അവകാശപ്പെട്ടതാണ് ഫലസ്തീൻ എന്ന് പറഞ്ഞത് മഹാത്മജിയാണ്. ആ മഹാത്മജി രാഷ്ട്രപിതാവായ നമ്മുടെ ഇന്ത്യക്ക് എങ്ങനെയാണ് ഫലസ്തീൻ പ്രശ്നത്തിന്റെ കൂടെ നിൽക്കാതിരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഇസ്രായേലിനെ ന്യായീകരിക്കാൻ സാധിക്കുക? അധിനിവേശത്തിനെതിരെ, കൊളോണിയസത്തിനെതിരെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം, ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ചതായിരുന്നു മഹാത്മാഗാന്ധിയായിരുന്നു. 1498 മുതൽ 450 വർഷക്കാലം അധിനിവേശത്തിന്റെ ക്രൂരതകൾ സഹിച്ചവരാണ് നമ്മുടെ ഇന്ത്യക്കാർ. ആ ഇന്ത്യക്കാരെ നമുക്ക് എങ്ങനെയാണ് 77 വർഷമായി തുടരുന്ന ഇസ്രായേലിന്റെ അധിനിവേശത്തെ, കൊളോണിസത്തെ ന്യായീകരിക്കാനും അവരെ കൂടെ നിൽക്കാനും അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ ശബ്ദിക്കാനും സാധിക്കുക? 1930 ഗുജറാത്തിലെ സബർമതിയിലെ ആശ്രമത്തിൽ നിന്ന് ഗുജറാത്തിലെ ദണ്ഡിയുടെ തീരത്തിലേക്ക് മഹാത്മാഗാന്ധി യാത്ര നടത്തി ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി. കൂടെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ ഗാന്ധിജിയോട് ചോദിച്ചു, ഗാന്ധിജി, എന്തുകൊണ്ട് ഉപ്പ്? മറ്റു പല വസ്തുക്കൾക്കും ബ്രിട്ടൻ ടാക്സ് ഈടാക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്ക് സമരായുധമായി സ്വീകരിച്ചുകൊണ്ടിരുന്നത്, എന്തുകൊണ്ടാണ് ഉപ്പിനെ അങ്ങ് സ്വീകരിച്ചത്? ഇപ്പൊ ചിലർ ചോദിക്കുന്നുണ്ടല്ലോ, എന്തിനു ജുഡിയോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അതുപോലെ എന്തിനു ഉപ്പ്? ഗാന്ധിജി പറഞ്ഞൊരു മറുപടി ഉണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ വളരെ നിസാരനായ, സാധുവായ, ദരിദ്രനായ, താഴേക്കിടയിലുള്ള മനുഷ്യന്മാർ പോലും ഉപയോഗിക്കുന്ന വസ്തുവാണ് ഉപ്പ്. ആ ഉപ്പിനെ നമ്മുടെ സമര ആയുധമായിട്ട്, ആ ഉപ്പിനെ നമ്മുടെ സമരത്തിന്റെ ചിഹ്നമായി സ്വീകരിച്ചാൽ മാത്രമേ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ കൂടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള താഴേക്കിടയിലുള്ള മനുഷ്യരെ പോലും ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കൂ എന്ന് പഠിപ്പിച്ചത് ഗാന്ധിജിയാണ്. നമ്മളിപ്പോൾ പയങ്ങാടി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. 1930 ഏപ്രിൽ 13 ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം ഇന്ത്യയുടെ വിവിധയിടങ്ങൾ ഉപ്പ് സത്യാഗ്രഹം നടന്നു. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക്
കേരളത്തിലെ അനിഷേധ്യനായ കോൺഗ്രസ് നേതാവായ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമരസേന നടന്നു നീങ്ങിയ റോഡിന്റെ അടുത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. അന്ന് ഏപ്രിൽ 13 പയ്യന്നൂര് ദണ്ഡിയാത്ര, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ യാത്ര അവസാനിച്ചു. അവിടെ വെച്ച് ഉപ്പ് കുറുക്കി. അവർ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, അധിനിവേശ ശക്തിയുടെ ഉപ്പ് പോലും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള പാഠമാണ്. ആ പാഠം പഠിച്ച നമുക്ക് മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക്, നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാർക്ക് എങ്ങനെയാണ് ഇസ്രായേലി പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കുന്നത്, നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത് മാറുക? എനിക്ക് മനസ്സിലാകുന്നില്ല. അത് അത്ഭുതത്തോടു കൂടിയാണ് നോക്കി നിൽക്കുന്നത്. ഇസ്രായേലി പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കുകയും അതിനുവേണ്ടി പ്രകടനം നടത്തുകയും നമ്മുടെ നാട്ടിൽ അശാന്തി സൃഷ്ടിക്കുപോലെ, നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുപോലെ. എന്റെ പ്രിയപ്പെട്ട ഇസ്രായേലിന്റെ സുഹൃത്തുക്കൾ, ടാറ്റ ടെക്നോളജീസ് ഇസ്രായേലിൽ നടത്തുന്ന ജിനോസൈഡിന് വേണ്ടി അവർ ടെക്നോളജി സഹായം ചെയ്യുന്നു എന്ന് ഇന്റർനാഷണൽ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലൊക്കെ ജനകീയമായി ആളുകൾ യൂസ് ചെയ്യുന്ന ടാറ്റയുടെ സുഡിയോ ബഹിഷ്കരിക്കുകയുണ്ടായി. സുഡിയോയിലേക്ക് പ്രകടനങ്ങൾ നടക്കുകയുണ്ടായി. പിഞ്ചുകുഞ്ഞിന്റെ ചോര കലർന്ന വസ്ത്രം ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഖേദകരമെന്ന് പറയട്ടെ, സമുദായത്തിന്റെ അകത്ത് തന്നെയുള്ള ഇസ്രായേലിന്റെ ചെരുപ്പ് നക്കികളായിട്ടുള്ള വാലാട്ടുകൾ ആ പ്രകടനത്തിനെതിരെ, ആ പ്രതിഷേധത്തിനെതിരെ നീണ്ട ലേഖനങ്ങൾ എഴുതുന്നത് അത്ഭുതത്തോടു കൂടി മാത്രമാണ് നോക്കി നിൽക്കാൻ സാധിക്കുക. പലസ്തീനിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാളികൾ, ആ പോരാളികളുടെ തീവ്രത അളക്കുന്ന നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ കുറിച്ച് അത്ഭുതപ്പെടുകയാണ്. ആരാണ് ഫലസ്തീനിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ആ പോരാളികൾ? അവരിൽ പലരും ജനിച്ചത് ജയിലറുകളിലാണ്. അവർ പലരും ജനിച്ചത് അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. യഹിയ സിൻവാർ ആകട്ടെ, ഇസ്മായിൽ ഹനിയാട്ട്, ഇവരെല്ലാം ജനിച്ചത് അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. എന്തിനു പറയണം, നമ്മുടെ ഇന്ത്യയിലെ ഫലസ്തീനിൽ നിന്നുള്ള അംബാസിഡറായ അബ്ദുള്ള അബി ഷാവേഷ്, അദ്ദേഹം 2 ആഴ്ച മുമ്പ് കേരളത്തിൽ വന്നിരുന്നു. അദ്ദേഹം പോലും അഭയാർത്ഥി ക്യാമ്പിലാണ് ജനിച്ചത്. ഇപ്പോൾ ഫലസ്തീനിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാളികളുണ്ടല്ലോ, അവരാരാണെന്ന് അറിയുമോ? 1948 മെയ് 14 ഇസ്രായേൽ രാഷ്ട്രം ഫലസ്തീനിൽ ഉണ്ടായപ്പോൾ സ്വന്തം വീടുകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരുടെ മക്കളുടെ മക്കളാണ് ഇന്ന് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിൽ നിന്ന് മരിച്ചു വീഴുന്ന 30,000-ൽ വരുന്ന കുഞ്ഞുങ്ങളാണെന്ന് അറിയുമോ? അന്ന് കുടിയിറക്കപ്പെടുന്നവരുടെ മക്കളുടെ മക്കളാണ് ഈ മരിച്ചു വീണത്. 4 തലമുറയോളം യാതനയുടെ, പീഡനങ്ങളുടെ, ദുരനുഭവങ്ങൾ മാത്രമുള്ള ഒരു ജനസമൂഹത്തിൽ തങ്ങളുടെ സ്വന്തം നാടിന് വേണ്ടി സമരം ചെയ്യാനുള്ള, പോരാടാനുള്ള അവകാശമില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച്, കൊളോണിയലിസ അധിനിവേശനത്തെ കുറിച്ച്, ആ കൊളോണിയലിസം റൂളിനെതിരെ പൊരുതിയ സുഭാഷ് ചന്ദ്രനെ ബോസിനെ പോലുള്ള, സാഹിത്യമായി പോരിയ ഭഗത് സിംഗിനെ പോലുള്ള, ചന്ദ്രശേഖർ ആസാദിനെ പോലുള്ള ആളുകളെ കുറിച്ച് 10-ലധികം ഇംഗ്ലീഷ് പുസ്തകം എഴുതിയ തിരുവനന്തപുരത്തുകാരനായ രാഷ്ട്രീയക്കാരൻ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു ഫലസ്തീനി പോരാളികൾ തീവ്രവാദികളാണെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സായുധമായി പോരാടിയ സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും സ്വാതന്ത്ര്യ സമര സേനാനികളാവുകയും ജനിച്ച മണ്ണിന് വേണ്ടി പോരാടിയ ഫലസ്തീനിലെ പോരാളികൾ തീവ്രവാദികളായി മാറുന്ന ആ തീവ്രതയുടെ മാപ്പിനി, അളവുകോല് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. 2 ആഴ്ച മുമ്പ് UN ജനറൽ അസംബ്ലി നടക്കുകയുണ്ടായി. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യത്തിലെ അംഗങ്ങളും ആ UN ജനറൽ അസംബ്ലി പങ്കെടുത്തു. ഫലസ്തീൻ രാഷ്ട്രമായിരുന്നു അന്ന് ചർച്ച. ഖേദകരമെന്ന് പറയട്ടെ, അത്ഭുതകരെന്ന് പറയട്ടെ, ലോകത്തിലെ തന്നെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സഭയാണ് UN എന്ന് തോന്നും. ഫലസ്തീനികളായിട്ടുള്ള ഒരാൾക്ക് പോലും UN ജനറൽ അസംബ്ലിയിൽ അന്ന് പങ്കെടുക്കാൻ സാധിച്ചില്ല. അമേരിക്കയുടെ തന്നെ സാമന്തപുത്രനായ മഹ്മൂദ് അബ്ബാസിന് വിസ നിഷേധിച്ചു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒഫീഷ്യൽക്ക് വിസ നിഷേധിച്ചു. വീഡിയോ കോൺഫറൻസ് വഴി UN ജനറൽ അസംബ്ലി അദ്ദേഹം അഭിസംബോധന ചെയ്യണോ വേണ്ടേ എന്ന് അവിടെ ചർച്ച നടന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നറുക്കെടുപ്പ് നടന്നു. ആ നറുക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം അനുവദിച്ചത്, അതും വീഡിയോ കോൺഫറൻസ് വഴി. ഫലസ്തീനികളെ കുറിച്ചാണ് ചർച്ച, പക്ഷേ ഫലസ്തീനികളായ ഒരാളെ പോലും അതിൽ പങ്കെടുപ്പിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ ഒരു സ്വപ്നം പറയുകയാണ്, UN ജനറൽ അസംബ്ലിയിൽ ലോകത്തിലെ മറ്റ് രാഷ്ട്ര മേധാവികളെയൊക്കെ സാക്ഷിയാക്കിക്കൊണ്ട് ഫലസ്തീൻ പോരാളികളെ ഒരാളെയെങ്കിലും സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ 2 വാക്ക്, വെറും 2 വാക്ക് മാത്രമായിരിക്കും അവർ പറയുക. 1964 ഡിസംബർ 11-ാം തീയതി UN ജനറൽ അസംബ്ലിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഫിഡൽ കാസ്ട്രോ എന്ന് പറയുന്ന ക്യൂബൻ വിപ്ലവ ഇതിഹാസ നായകൻ നടത്തിയതായിരുന്നു.
ആ പ്രസംഗം മൊറീത്തോ ഔ പാട്രിയാട്ടോ ഹോംലാൻഡ് ഓർ ഡെത്ത്, ഒന്നുകിൽ ജന്മഭൂമിയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം എന്നായിരിക്കും ഫലസ്തീനിലെ ഓരോ പോരാളികൾക്കും പറയാനുണ്ടാവുക. അനീതിക്കെതിരെ ഉയരാത്ത കൈകളും ശബ്ദിക്കാത്ത നാവുകളും അടിമത്തത്തിൻ്റെതാണെന്ന് പറഞ്ഞത് ഡോക്ടർ ഏണസ്റ്റ് ചെ ഗുവേരയാണ്. ക്യൂബയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗറില്ല പോരാട്ടം നടത്തിയ ഡോക്ടർ ഏണസ്റ്റ് ചെ ഗുവേര, മഹാവിപ്ലവ നായകനായ ഫിദൽ കാസ്ട്രോ, ആ ഏണസ്റ്റ് ചെ ഗുവേരയുടെയും ഫിദൽ കാസ്ട്രോയുടെയും വിപ്ലവ പോരാട്ടങ്ങളിൽ നിന്ന് ആവേശം പകർന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഏത് തീവ്രതയുടെ മാപ്പിൽ ഉപയോഗിച്ചിട്ടാണ്, ഏത് തീവ്രതയുടെ അളവുകോൽ ഉപയോഗിച്ചിട്ടാണ് ഫലസ്തീനി പോരാളികളെ തീവ്രവാദികളാക്കുന്നത്, അവരെ ഭീകരവാദികളെ മുദ്രകുത്തുന്നത്? ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലോകത്തിലെ ഏറ്റവും സമാധാനത്തോടു കൂടി ജീവിക്കേണ്ട ഒരു ഇടമാണ് ഖുദ്സ്. എല്ലാ മതത്തിന്റെയും ഈറ്റില്ലമാണ് ഖുദ്സ്. ക്രിസ്ത്യാനികളുടെ പുണ്യഭൂമിയാണ്, മുസ്ലിമുകളുടെ പുണ്യഭൂമിയാണ്, ജൂതരുടെ പുണ്യഭൂമിയാണ്. പക്ഷെ ഇന്ന് ഏറ്റവും അശാന്തമായ ഭൂമിയാണിത്. കഴിഞ്ഞ 2 വർഷക്കാലമായി ലോകത്ത് ഒരു സ്ഥലത്ത് ക്രിസ്മസ് നടന്നിട്ടില്ലെങ്കിൽ അത് ഈ ഉണ്ണിയേശു പിറന്ന ബത്ലഹേമിലാണ്. ബത്ലഹേമിലെ വിശുദ്ധരായ പുരോഹിതന്മാർ പറഞ്ഞു, ഗസയിലെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് ക്രിസ്മസ് വേണ്ട, അവർ മനുഷ്യരാണ്, ഞങ്ങളും മനുഷ്യരാണ്. കഴിഞ്ഞ വർഷം മരണപ്പെട്ട കത്തോലിക്ക ഫ്രാൻസിസ് മാർപ്പാപ്പ, യശശരീരനായ ത്യാഗി വര്യൻ, നല്ലവനായ ഇടയൻ, അദ്ദേഹം ഗസയിലുള്ള ഇസ്രായേൽ ആക്രമണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് വാർ, ഇറ്റ്സ് ക്വാളിറ്റി. ഇത് യുദ്ധമല്ല, ഇത് ക്രൂരതയാണ്. അതിനുശേഷം അധികാരത്തിലേറിയത് ലൂയി 14 മാർപ്പാപ്പയാണ്. അധികാരത്തിലേറിയ ഉടനെ അദ്ദേഹം ആദ്യമായി പ്രഖ്യാപിച്ചത് ഇറ്റ്സ് അൺഅക്സെപ്റ്റബിൾ കംപ്ലീറ്റ്ലി, പരിപൂർണമായിട്ട് ഇത് സ്വീകാര്യമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട്. എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ മലയാളികളായ കാസക്കാരെ കുറിച്ചാണ്. അവരെ കുറിച്ചാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഇസ്രായേലി എയർ സ്ട്രൈക്കുകളിൽ കൊല ചെയ്യപ്പെടുന്ന, ചിന്തിമിന്നം ചിന്നിച്ചിതറുന്ന ഫലസ്തീനി പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശവശരീരത്തിന്റെ അവശിഷ്ടം പോളിത്തീൻ കവറിൽ തൂക്കിപ്പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന ഒരു ഉപ്പയെ, ഫലസ്തീനി ഉപ്പയുടെ ആർത്ത് കരച്ചിലിന് നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കാൻ എങ്ങനെയാണ് ഒരു കാസക്കാരന് സാധിക്കുക? എങ്ങനെയാണ് ഒരു കാസ പ്രൊഫൈലിന് സാധിക്കുക എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. ഞാൻ എന്റെ വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞു. ഫ്രഞ്ച് വിപ്ലവമായിരുന്നു പിന്നീട് ലോകത്ത് നടന്ന വിപ്ലവങ്ങൾക്കും സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്കും എല്ലാം ആവേശം പകർന്നെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ വിപ്ലവങ്ങളിൽ ലോകത്തിലെ പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടി. പല രാജ്യവും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങി. കൊളോണിയൻ അധിനിവേശത്തിൽ നിന്ന് രക്ഷ തേടി. ഏകദേശം 1900 പകുതിയാകുമ്പോൾ തന്നെ, 20ാം നൂറ്റാണ്ടിന്റെ പകുതിയാകുമ്പോൾ തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, അത് ആഫ്രിക്കൻ രാജ്യമാകട്ടെ, ഏഷ്യൻ രാജ്യങ്ങളാകട്ടെ, ഉത്തരാഫ്രിക്ക രാജ്യങ്ങളാകട്ടെ, എല്ലാ രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയെന്ന് പറഞ്ഞു. എന്റെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു, ഇന്നും സ്വാതന്ത്ര്യം നേടാത്ത ഒരു രാജ്യമുണ്ടോ? ഇന്നും സ്വാതന്ത്ര്യം ആഘോഷിക്കാത്ത ഒരു രാജ്യമുണ്ടോ? ഞാൻ എന്റെ വിദ്യാർത്ഥിയോട് പറഞ്ഞു, 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പാകിസ്ഥാനിന് സ്വാതന്ത്ര്യം ലഭിച്ചു, സൗത്ത് ആഫ്രിക്ക സ്വാതന്ത്ര്യം ലഭിച്ചു, ക്യൂബക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ലോകത്തിലെ ഒട്ടുമിക്ക കോളനൈസ് ചെയ്യപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്നേ വരെ സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഒരു രാജ്യം മാത്രമാണ്, ഒരു ഭൂമിക മാത്രമേ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ. അത് ഫലസ്തീൻ മാത്രമാണ്. സ്വതന്ത്ര ഫലസ്തീൻ പുലരുന്ന, കരയുന്ന അമ്മമാരില്ലാത്ത, മുലപ്പാൽ കിട്ടാത്ത കുഞ്ഞുങ്ങളില്ലാത്ത, ജയിലറുകളിൽ കഴിയേണ്ടി വരുന്ന പിതാക്കന്മാരില്ലാത്ത, സന്തോഷം കളിയാടുന്ന ഒരു സ്വതന്ത്ര ഫലസ്തീൻ പുലരുന്നതിന് നാദിയാകട്ടെ ഇന്നത്തെ ഇത് സദസ്, ഇന്നത്തെ ഈ വൈകുന്നേരത്തെ അസ്തമയ ശോഭ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ഐക്യദാർഢ്യ പരിപാടിക്ക് എന്നെല്ലാവിധ ആശംസകളും എന്നെല്ലാവിധ ഐക്യദാർഢ്യങ്ങളും അർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി